ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ എല്ലാവരും നന്നായി വിയർക്കുന്നുണ്ട്. 3 ഫാനുകൾ പ്രവർത്തിച്ചാലും താങ്ങാൻ കഴിയാത്ത അത്ര ചൂടാണ്. കേരളത്തിലെ താപനില ആകെ താളം തെറ്റിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ലോകത്ത് വളരെയധികം ഉത്കണ്ഠയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വലിയ വിഷയമാണ്. ലോകത്തെമ്പാടും തന്നെ ഗൗരവപൂർവമാണ് ഈ വിഷയത്തെ ഉത്തമചിന്തകരായ ആൾക്കാർ വിലയിരുത്തുന്നത്. സൗത്ത് ആഫ്രിക്ക താമസിയാതെ രണ്ടാകും. അതിലൊരു ഭാഗം ഭാരതത്തിൻ്റെ കടൽത്തീരത്ത് കേരളമടങ്ങുന്ന ഭൂപ്രദേശത്ത് വന്നു ചേരും എന്നൊക്കെ ഉള്ള പ്രൊജക്ഷൻസ് ഭൗമശാസ്ത്രജ്ഞന്മാർ സചിത്രം വിശദീകരിച്ചിട്ടുണ്ട്. ഇത് എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ സംശയമുള്ളൂ. പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങൾ ഓർക്കാപ്പുറത്താണ്. സുനാമി എന്തെങ്കിലും ഉണ്ടാകുമെന്നല്ല നാം ധരിച്ചത്. സുനാമി ഉണ്ടായപ്പോഴാണ് നാം അറിയുന്നത് സുനാമി ഒന്നും. കടപ്പുറത്തു നിന്ന് കടൽക്കാറ്റ് കൊണ്ടിരുന്ന ആളുകളൊക്കെ തന്നെ കൂട്ടത്തോടെ കടലിലേക്ക് ഒലിച്ചുപോയി. ഇന്നും തിരിച്ചറിയപ്പെടാത്ത, കണ്ടുകിട്ടാത്ത എത്രയോ ആളുകൾ സുനാമി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ നഷ്ടം ഇപ്പോഴും അത്ഭുതത്തോടുകൂടിയും ഭയത്തോടു കൂടിയാണ് നാം ഓർക്കുന്നത്. ഈ ഭൂമിയിലുണ്ടാകുന്ന വിള്ളൽ കുറേ കാലമെടുക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രകൃതിയാണ്, ഏത് സമയവും സംഭവിക്കാം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വളരെ അപകടകരമായ സാമൂഹ്യ സാഹചര്യം, ഭൗമ സാഹചര്യം നമ്മെ ഉറ്റുനോക്കുകയാണ്. ഈ ഭാഗത്ത് നമ്മുടെ കടൽത്തീരത്ത് വന്നു ചേരുമ്പോൾ സംഭവിക്കുന്നത് കേരളമടക്കമുള്ള ഭൂപ്രദേശം മുഴുവൻ മഞ്ഞ് പ്രദേശമായി മാറും. നമ്മളൊന്നും കാണത്തില്ല, ആരും കാണത്തില്ല. ആ നിലയിലുള്ള വെല്ലുവിളി പാരിസ്ഥിതികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനം വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം വളരെ വലിയ വിഷയവും തന്നെയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വ്യതിയാന സംഭവങ്ങൾ എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കേരളത്തിൽ അധികരിച്ചു വരുന്ന ഈ താപം ഇപ്പോൾ നാം അനുഭവിക്കുന്നതിനേക്കാളും 4-5 ഡിഗ്രി കൂടി ചൂട് കൂടുമെന്നാണ് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണത്തിൽ കേന്ദ്രക്കാർ വെളിപ്പെടുത്തിയ വിവരം എന്ന് പറയുന്നു. വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഈ അവസ്ഥ എങ്ങനെയുണ്ടായി നമ്മുടെ നാട്ടിൽ? ഇത് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിലുണ്ടായതാണോ? നാം ആലോചിക്കേണ്ടതാണ്. കേരളത്തിൽ എങ്ങനെ ഇത്ര വേഗം ഈ വിധം ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് നാം ആലോചിക്കണം. നമ്മുടെ നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് എന്ന ഓർഗനൈസേഷൻ സാർവദേശീയ തലത്തിൽ നേച്ചർ ക്ലബ്ബുകൾ രൂപീകരിക്കുവാനും പ്രകൃതി സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് വെസ്റ്റേൺ ഘട്ട് ഏരിയ, അതായത് പശ്ചിമഘട്ട മേഖല, നമ്മുടെ ഈ ഭൂപ്രദേശം സംരക്ഷിക്കണം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് ഈ പശ്ചിമഘട്ട മേഖല എന്ന് പറയുന്നത്. ലോക ഭൂപടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശമായി ചൂണ്ടിക്കാണിക്കുന്ന ഈ പശ്ചിമഘട്ട മേഖല, അതായത് നമ്മുടെ സംസ്ഥാനമടങ്ങുന്ന ഭൂപ്രദേശം
ഈ പ്രദേശം ഏറെ ഗൗരവത്തോടുകൂടി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് എന്ന ഓർഗനൈസേഷൻ ഗൗരവപൂർവ്വം നമ്മോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം പരിസ്ഥിതി ദിനാചരണ പരിപാടി പശ്ചിമഘട്ട മേഖലയുടെ പ്രത്യേക സംരക്ഷണാർത്ഥം വി വിത്ത് വെസ്റ്റേൺ ഗാർഡൻ, വി വിത്ത് വെസ്റ്റേൺ ഗാർഡൻ എന്ന് പറയുന്ന മുദ്രാവാക്യത്തോടുകൂടി പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണത്തിനായി ഒരു വളരെ വലിയ മുന്നേറ്റ പരിപാടി ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന പരിസ്ഥിതി മാസാചരണം നടത്തണമെന്ന് നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് തീരുമാനിച്ചിരിക്കുന്നു. ജൂൺ 5 മുതൽ ജൂലൈ 4 വരെയുള്ള ഒരു മാസം ഇതിന് വളരെ വലിയ ക്യാമ്പയിൻ നടത്തണമെന്നുള്ളതാണ് ആഗ്രഹം. ഈ ക്യാമ്പയിൻ ഒരു മാസക്കാലം നടത്തിയതുകൊണ്ട് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നുള്ളതല്ല. എല്ലാ വിഭാഗം ആളുകളെയും, നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും പരിസ്ഥിതി സംരക്ഷണ, പ്രകൃതി സംരക്ഷണ രംഗങ്ങളിൽ ബന്ധപ്പെടുത്തുവാനുള്ള കർമ്മപരിപാടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്കൂൾ വിദ്യാർത്ഥികളായാലും കോളേജ് വിദ്യാർത്ഥികളായാലും നമ്മുടെ എല്ലാ വിഭാഗം ആളുകളും പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി അവരവരാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാകണം. കേരളം നേരിട്ട ഏറ്റവും വലിയ, ഈ അടുത്ത കാലത്ത് നേരിട്ട ഏറ്റവും വലിയ ദുരന്തം ഏതാണ്? 1980കളിൽ ഇതുപോലെ ഒരു കടുയ വരൾച്ചയുണ്ടായി കേരളത്തിൽ. നമ്മുടെ കുന്നുകളെല്ലാം മൊട്ടക്കുന്നുകളായി കിടന്നിരുന്ന ഒരു കാലം. അന്ന് നടന്നൊരു മാസി അഫോറസ്റ്റേഷൻ പ്രോഗ്രാമാണ് കേരളത്തിൽ വ്യാപകമായി തഴച്ചു വളർന്ന പച്ചപ്പ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ പേരിൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് മരങ്ങളാണ് വെട്ടിവീഴ്ത്തപ്പെട്ടത്. ലക്ഷക്കണക്കിന് മരങ്ങൾ. ട്രില്യൺ ടൺ ഓക്സിജനാണ് കേരള സമൂഹത്തിന് നഷ്ടപ്പെട്ടത്. ട്രില്യൺ ടൺ, പ്രതിദിനം ട്രില്യൺ ടൺ ഓക്സിജനാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടത്. കേരളത്തിലെ താപം ഉയരുവാൻ മറ്റെന്തെങ്കിലും വേണമോ? ഈ മരങ്ങൾ വെട്ടിമുറിച്ച് മാറ്റിയപ്പോൾ പകരം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുവാൻ ആരും തയ്യാറായില്ല. പകരം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം മരങ്ങൾ വെട്ടിമുറിക്കുക എന്ന് പറയുന്ന ലോക സംസ്കാരവുമായി നമ്മുടെ ദേശീയപാത വികസനത്തിന് ഒരു ബന്ധവും ഉണ്ടായില്ല. എന്തൊരു ആവേശത്തോടു കൂടിയാണ് മരങ്ങൾ വെട്ടിമുറിച്ച് വീഴ്ത്തപ്പെടുന്നത്. ഒരു നിഷ്കരുണം, നിർദാക്ഷിണ്യം മരങ്ങൾ മുഴുവൻ വെട്ടിവീഴ്ത്തപ്പെട്ടു. മനുഷ്യൻ ഉരുകുകയാണ്. കേരളത്തിലെ ആളുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വളരെ വൻതോതിലുള്ള ഓക്സിജൻ ഇവിടെ ലഭ്യമല്ലതായിരിക്കുന്നു. അന്തരീക്ഷം താപത്താൽ വളരെ വലിയ നിലയിൽ ഉയർന്നിരിക്കുന്നു. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ജനങ്ങളറിയണം. മരങ്ങൾ വെട്ടിവീഴ്ത്തപ്പെട്ടതുകൊണ്ട് നാം വിലപിച്ചതുകൊണ്ട് കാര്യമില്ല. പകരം ഗ്രീനറി സൃഷ്ടിക്കുവാൻ, നാടെങ്ങും പച്ചപ്പ് സൃഷ്ടിക്കുവാൻ, നാട് സംരക്ഷിക്കുവാൻ, നമ്മുടെ പുഴകളും കുളങ്ങളും എല്ലാം സംരക്ഷിക്കുവാൻ എല്ലായിടത്തും ജനങ്ങൾ തയ്യാറായി മുന്നിട്ടിറങ്ങണം. ഇതിൻ്റെ കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഇല്ല. എല്ലാ വിഭാഗം ആളുകളും, എല്ലാ സംഘടനകളും, എല്ലാ പ്രസ്ഥാനങ്ങളും ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ തയ്യാറാകണം. നേച്ചർ ക്ലബ്ബ് എന്ന് പറയുന്നത് ജീവന്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. നമുക്ക് ജീവിക്കാൻ, നമ്മുടെ അന്തരീക്ഷം സംരക്ഷിക്കുവാൻ നേച്ചർ ക്ലബ്ബുകൾ സാർവത്രികമായി ഉണ്ടാകണമെന്നുള്ള ചിന്ത എല്ലായിടത്തും നടത്തുവാനുള്ള ഒരു ക്യാമ്പയിനാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിസ്ഥിതി മാസാചരണ പരിപാടി. ജൂൺ 5 മുതൽ ജൂലൈ 4 വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്.